പോയതാ എഡ്വിനെ ഷോപ്പിങ്ങിന് പോയതാ. ഇതെന്നെ പൊന്നുന്റെ കഴുത്ത കിടക്കണ തന്നെ പൊന്നു വേണ്ട. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കും. മുത്തിനെന്നതാ ഓരോരുത്തരുടെ ബാഗ് കാണിച്ചേ. എഡ്വിന്റെ സ്പൈഡർമാൻ. പൊന്നുന്റെ എന്ത് ചെയ്യേ? എന്തേ പൊന്നുന്റെ ബാഗ്? പൊന്നുന്റെ ബാഗ് കാണില്ലല്ലോ. അതിന്റെ ഉള്ളിലാണോ? എല്ലാം സ്പൈഡറാണോടാ? പൊന്നുന്റെ ബാഗ്. ഇത് എന്തിനുള്ള പൊന്നോ? അംഗൻവാടി പോവാറായില്ലല്ലോ എന്റെ മുത്ത്. 2 വയസ്സല്ലേ ആയോളൂ മുത്തിന്. പിന്നെയോ ഉണ്ടോ? അവന് ബാഗ് വാങ്ങിച്ചപ്പോൾ പൊന്നൂസിനും ബാഗ് വേണം, അതുകൊണ്ട് പൊന്നൂസിനും ഒരു ബാഗ് വാങ്ങിച്ചു കൊടുത്തു. ഇതെന്നതാടാ? ടിഫിൻ ബോക്സ് ഒക്കെ അല്ലേ? ബ്രൗൺ പേപ്പർ, അതെ ബുക്സ്. അതവിടെ ഇരിക്കട്ടെ. ഇതെന്നാടാ ബോക്സ്? ഇപ്പൊ ചക്രം ഉണ്ടോ? ഇത് ബോക്സാണോ? ചക്രമുള്ള ബോക്സോ? ഇപ്പൊ ഇനി വണ്ടി ഓടിച്ചോണ്ട് നടക്കുവോ? ഇതെന്താ? വാട്ടർ ബോട്ടില്. അതൊക്കെ കളയണ്ടവന്. അടയ്ക്കാൻ അവിടെ ഇരിക്കട്ടെ. ഇതെന്തിനാ പൊന്നു? ഇതെന്നാ സാധനം ഉണ്ടോ? പൊന്നുവിന്റെ തോളയിൽ ഒരെണ്ണമുണ്ട്, കഴുത്തേൽ ഒരെണ്ണമുണ്ട് അല്ലേ? അല്ലേ പൊന്നു? അത് പൊട്ടിക്കല്ലേ. ചേട്ടായുടെ ബുക്സ് ഒക്കെ പൊതിയാനുള്ളതാ. റെയിൻകോട്ട് മേടിച്ചോ? ഗുഡ് ഈവനിങ്. അപ്പൊ കുറച്ച് ദിവസമായി ഒരു ഈവനിങ് വ്ളോഗ് ഒക്കെ ചെയ്തിട്ട് അല്ലേ പൊന്നു? പൊന്നൂസിന് ഭയങ്കര ക്ഷീണം. ഇന്ന് പകൽ ഉറങ്ങിയില്ല. അപ്പൊ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉറക്കം അത്ര ശരിയായില്ല. ഇവന്മാര് ഭയങ്കര ബഹളമായിരുന്നത്. ജോനിയുണ്ട്, എഡ്വിനുണ്ട്, എല്ലാരും കൂടെ ഭയങ്കര ബഹളമായോണ്ട് അവളുടെ ഉറക്കമൊന്നും ശരിയായില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ എൻ്റെ മടി കയറിയിരിക്കുക. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിംഗ് നടത്തിയതിന്റെ ഒരു ചെറിയൊരു ഇത് കാണിച്ചായിരുന്നു. അത് ഇതിന്റെ ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? എഡ്വിന് ബാഗ് വാങ്ങിച്ചു. സ്പൈഡർമാന്റെ ബാഗ് അത്യാവശ്യം വലിപ്പമുള്ള കേട്ടോ. എഡ്വിൻ ഇനി 3ലേക്കാട്ടോ ബാഗ് വാങ്ങിച്ചു. അത് അപ്പൊ ലഞ്ച് ബോക്സ് അത് സ്പൈഡറിന്റെ തന്നെയാ. സൂപ്പർ ഹീറോയാ, സ്പൈഡർമാൻ അല്ല, സൂപ്പർ ഹീറോ. നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ. അതിന്റെ ആൾക്കാര് വേഗം തിരുത്തി തന്ന കണ്ടോ. ലഞ്ച് ബോക്സ് ഇതിന്റെ ചൂടാറാത്ത രീതിയിലുള്ള കേട്ടോ. അതെ വാട്ടർ ബോട്ടില്. ഇതെല്ലാം നമ്മുടെ പൊന്നൂസിന് ആവശ്യമുള്ള സാധനങ്ങളായിരുന്നു. ഇത് ബാഗ്. ഇത് പൊന്നൂസിന്റെ ബാഗാട്ടോ. പൊന്നൂസിന്റെ ബോക്സ്. അപ്പൊ പൊന്നൂസിനാണെങ്കിൽ ഇപ്പൊ 2 വയസ്സ് കഴിഞ്ഞുള്ളൂ. അംഗൻവാടി പോകാറായിട്ടില്ല. പക്ഷെ ചേട്ടായിക്കെല്ലാം വാങ്ങിച്ചപ്പോ അവള് പറഞ്ഞു എനിക്ക് അംഗൻവാടി പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കാം. ബാഗ് വാങ്ങിച്ചുകൊണ്ട് വന്ന ദിവസം ഉണ്ടല്ലോ അംഗൻവാടി പോകാൻ വേണ്ടി ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു. ഇനി പോവാറാകുമ്പോ തീരുമായിരിക്കും, ആഗ്രഹമൊക്കെ തീരുമായിരിക്കും അല്ലേ പൊന്നൂസേ? ഇനി എഡ്വിന്റെ ബോക്സ് മിക്കി മൗസിന്റെ ബോക്സ് ആട്ടോ. അതിന്റെ ഒരു കണ്ടോ ടയറൊക്കെ ഉള്ള ഇതാ. അകത്തും പെൻസിലും ഇതൊക്കെ എഡ്വിൻ ഭയങ്കര ഇൻട്രസ്റ്റ്. ടൈം ടേബിൾ ഒക്കെ ഒട്ടിക്കാം. എഡ്വിൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. ഇൻട്രസ്റ്റ് എത്ര ദിവസത്തേക്ക് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരാഴ്ച സ്കൂളിൽ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും എല്ലാം അതിന്റെ കഴിയുമ്പോഴത്തേക്കും എല്ലാം വേറെ രീതിയിലാകുമായിരിക്കും. പിന്നെ ബുക്സൊക്കെ പൊതിഞ്ഞു വേണ്ട. ഇനി ടെക്സ്റ്റ് പൊതിയാനുണ്ട്. എല്ലാം പൊതിയും. ഞാൻ ചെറിയ ബുക്സാ എല്ലാം വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ഒരു റെയിൻകോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. സൺഡേ കാറ്റീസത്തിന് പോകുമ്പോ ഇടാൻ പാകത്തിനുള്ള. അല്ലാണ്ട് സ്കൂളിൽ പോകുമ്പോ ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്കൂൾ ബസ് ഉണ്ട്. ആ മുത്തിന് പിന്നെ ഒരു സൂത്രം കാണിച്ചില്ല. മുത്തിന്റെ പോക്കറ്റ്സ് ഉണ്ടേ കണ്ടില്ല. ഇവിടെ തിരിഞ്ഞിരിക്കുക. രണ്ടോ മുത്തിന്റെ പോക്കറ്റ്സ് അവള്
ബുക്കൊക്കെ വാങ്ങിക്കാൻ പോയപ്പോ കണ്ട കേട്ടോ. ഇത് അവൾക്ക് അത്യാവശ്യം തപ്പി നടക്കുന്ന സാധനമായിരുന്നു. ഇതിങ്ങനെ ബാഗ് പോലെ ഇങ്ങനെ കഴുത്തേൽ ഇട്ടോണ്ടാണ്, പുറത്ത് സ്കൂൾ ബാഗ് ഇടും, കഴുത്തേൽ ഇത് ഇട്ടോണ്ടാണ് നടക്കണത്. ഇല്ലേ പൊന്നു? അപ്പൊ ഇങ്ങനെയൊക്കെ. അപ്പൊ അത്യാവശ്യം എല്ലാം തന്നെ സ്കൂളിൽ പോകാനുള്ള എല്ലാം തന്നെ വാങ്ങിച്ചു. യൂണിഫോം ഒക്കെ തയ്ക്കാൻ കൊടുത്തിട്ടുള്ളൂ, കിട്ടിയിട്ടില്ല. ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് പൊതിയണം. അങ്ങനെ അത്യാവശ്യം എല്ലാം അല്ലേ എഡ്വിനെ? അപ്പൊ സ്കൂളിൽ പോയി ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ. അപ്പൊ അല്ലേ ജോനാമോനെ? ജോനാമോന്റെ പുസ്തകമൊക്കെ കിട്ടിയോ? അതെയോ? ജോനാമോനും ബാഗൊക്കെ എല്ലാം വാങ്ങിക്കണം. അപ്പൊ അവര് ഭയങ്കര ഒരു ഗ്യാങ് ആട്ടോ, അതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെയാണ്. ഇനി ഞങ്ങള് പുസ്തകം പൊതിയാൻ പോകുവാണ് അല്ലേ പൊന്നൂസേ? ചേട്ടായുടെ പുസ്തകം പൊതിയാൻ പോവല്ലേ? ഞങ്ങളുടെ ചെറിയ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. FB-ലാ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.